പണം കണ്ടിട്ട് പെണ്ണ് കെട്ടിയ മോനെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, പെണ്ണിന്റെ പണം നോക്കിയിട്ടാണ് നീ കെട്ടുന്നതെങ്കിൽ നീ യതീംഖാനയിലായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പെണ്ണിന്റെ പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടാൻ നടക്കാം. സ്ത്രീധനം വാങ്ങിയിട്ട് കെട്ടാനൊരു വിഭാഗം. മറ്റൊരു വിഭാഗം രണ്ട് നോക്കുന്നത് ഓക്ക് സൗന്ദര്യം ഉണ്ടോന്നാ. കൂടെ കൊണ്ട് നടക്കുമ്പോ എല്ലാരും പറയണം, കൊള്ള ആളിയാ, ലോട്ടറി അടിച്ചണ നിനക്ക്, എവിടുന്ന് കിട്ടിയിടാ. സൗന്ദര്യം കൂടിയ പെണ്ണ്, അവക്ക് ദീനുണ്ടോ ഒന്നും നോക്കാറില്ല. സൗന്ദര്യം കൂടിയ പെണ്ണിനെ കെട്ടാൻ പാടില്ല എന്നാ. സൗന്ദര്യം കൂടിയ പെണ്ണിനെ നോക്കി കെട്ടാൻ നടക്കുന്ന ചെറുപ്പക്കാരോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സൗന്ദര്യം കൂടിയ പെണ്ണിനെ കെട്ടാൻ പാടില്ല. കാരണം എന്തേ? ഇതിലേ കൂടെ ഒഴുകുന്ന നല്ല കാണാൻ അഴകുള്ള ഒരു പുഴ ഇങ്ങനെ ഒഴുകുകയാണ്. അത് കാണുമ്പോ എല്ലാവർക്കും ഒന്ന് കുളിക്കണമെന്ന് തോന്നൂലേ മനുഷ്യന്മാരെ? ഇത് നിങ്ങളൊക്കെ മലക്കൾ പ്രസവിച്ചതാ? ഇതിലേ കൂടെ നല്ല കാണാൻ അഴകുള്ള ഒരു പുഴ ഒഴുകുമ്പോ ആർക്കായാലും ഒന്ന് കുളിക്കാൻ തോന്നൂലേ? തോന്നുമോ ഇല്ലേ? തോന്നും. ഇതുപോലെ സൗന്ദര്യമുള്ള ഒരു പെണ്ണ് പോയാൽ ഏത് പൊട്ടനും നോക്കിപ്പോ. അതുകൊണ്ടാണ് കൗൺസിലിങ്ങിന്റെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ പറഞ്ഞു തരാറുണ്ട്, ഭർത്താവ് ഒരിക്കലും തന്റെ ഭാര്യയോട് പറയാൻ പാടില്ല എന്നെക്കാളും സൗന്ദര്യം നിനക്കാണ്. ഒരു ഭർത്താവും തന്റെ ഭാര്യ ഇനി എത്ര വലിയ ഐശ്വര്യറായിയുടെ മോളാണെങ്കിലും തന്റെ ഭർത്താവ് ഭാര്യയോട് പറയരുത് എന്നെക്കാളും ഗ്ലാമർ നിനക്കാണെന്ന്. പറഞ്ഞ അന്നത്തോടുകൂടി തുടങ്ങിയിട്ടുണ്ടാകും. അന്നത്തോടുകൂടി അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇതങ്ങ് തറയ്ക്കും, എനിക്ക് യോജിച്ച മനുഷ്യനല്ല. അതുകൊണ്ടാണ് നമ്മൾ കാണാറുണ്ട്, ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോ ഒരുമിച്ച് നടക്കൂല. ഭർത്താവ് മുന്നിൽ നടക്കും, ഭാര്യ. കാരണം ഒരുമിച്ച് നടന്നു കഴിഞ്ഞാൽ ചേർച്ചയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടാൻ നടക്കുന്നവനോട് നിന്റെ ഭാര്യ നശിച്ചു പോകും, അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിക്കും. മറ്റ് ചിലര് കുടുംബ മഹിമയാണ് നോക്കുന്നത്. അവനവനെ കൊണ്ട് പറ്റുന്നിടത്തൊന്നുമല്ല പുളിങ്കൊമ്പിലെ കയറി പിടിക്കത്തുള്ളൂ. വലിയ കുടുംബത്തിൽ പോയിട്ട് പെണ്ണ് കെട്ടുന്ന ചെറുപ്പക്കാരുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, കുടുംബ മഹിമ നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടിയാൽ ആ കുടുംബത്തിൽ നീ നാണം കെട്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതുകൊണ്ട് മക്കളെ ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു നല്ല പെണ്ണിനെ കെട്ടണം. അവക്ക് അള്ളാനെ പേടിയുണ്ടോ? അവൾ നിസ്കരിക്കുവോ? അവള് ശരീരം മറക്കുന്നവളാണോ? അവൾ അള്ളാനെ പേടിച്ച് നടക്കുന്നവളാണോ? ഇത് നോക്കിയിട്ട് വേണം വിവാഹം കഴിക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അധികം പേരും ആമീൻ പറയൂല. കാരണം ഇതിനകത്തിരിക്കുന്ന അധികം പേരും പെണ്ണ് കെട്ടിയവരാ. ഉസ്താദെ, കെട്ടിയ ഞങ്ങളോട് ഇത് പറഞ്ഞിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നാണ് അതിനർത്ഥം. കല്യാണം കഴിച്ചിട്ടുള്ള മഹാന്മാരൊന്ന് കൈവക്കിക്കേ. അപ്പൊ അധികം പേരും കെട്ടിയവരാ. നിങ്ങളോട് ഈ വിഷയം പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നാ നിങ്ങൾ ചോദിക്കുന്നത്, ഇല്ലേ? എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, 6 സ്വഭാവമുള്ള ഭാര്യയാണ് നിന്റെ ഭാര്യയെങ്കിൽ നിന്റെ വീടിന്റെ നന്മ നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള ഭാര്യയാണ് നീ കെട്ടിക്കൊണ്ട് നിർത്തിയിരിക്കുന്നതെങ്കിൽ, 6 സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. 6 ദുസ്വഭാവമുള്ള ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തി കളയുന്ന 6 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. ഏതൊക്കെ സ്വഭാവം എന്നറിയോ? ഏതൊക്കെ? ഞാനൊരു 6 സ്വഭാവം പറയാം. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഭാര്യക്കുണ്ടോന്ന്. നിങ്ങളുടെ ഭാര്യക്കുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ലാതെ ഇന്ന് വയലും കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് ഭിത്തി ചേർത്ത് തീർത്തിട്ട് അങ്ങാരി പറഞ്ഞ 6 സ്വഭാവം നിനക്കൊണ്ട്, ചുമ്മാതല്ല നന്നാവാത്ത ഈ വീട് എന്ന് പറഞ്ഞിട്ട് തല്ലാനല്ല. ഭാര്യയ്ക്ക് ദുസ്വഭാവം ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ. വേണോ? നിങ്ങൾ പെണ്ണുവരും കെട്ടാത്ത നിങ്ങൾ എന്താ മക്കളെ വേണമെന്ന്? എന്റെ പ്രിയമുള്ളവരെ, 6 വിഭാഗം പെണ്ണുങ്ങൾ. ഒന്ന് ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, നേരെ ഇരിക്കില്ല, എല്ലാവരും നേരെ ഇരിക്കും. ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ ഭാര്യയ്ക്ക് സ്വഭാവം ഉണ്ടെന്ന് കരുതിയാൽ മതി. ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അഭിനയിക്കുന്ന പെണ്ണ് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തും. അള്ളാഹു കാക്കുമാറാകട്ടെ. അഭിനയിക്കുന്ന പെണ്ണ് സീരിയൽ നടിയൊന്നുമല്ല, ആൽബത്തിൽ അഭിനയിക്കുന്ന പെണ്ണിനെ കുറിച്ചല്ല പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും രോഗം നടിക്കുന്ന ഒരു ഭാര്യ, ഒരു അസുഖമില്ലെങ്കിലും അവൾ അഭിനയമാണ്. തന്റെ ഭർത്താവ് പറയും, ഒരു ഗ്ലാസ് ചായ ഇട്ട് തരാൻ പറഞ്ഞാൽ പറയും, നടുവേദനയൊക്കെ എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾ തന്നെ ഇട്ട് പിടിച്ചോ. എന്റെ പ്രിയമുള്ളവരെ, എപ്പോഴും രോഗം നടിക്കുന്ന ഒരു പെണ്ണ് വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ പെണ്ണ് ചെയ്ത നന്മകൾ അവൾ മറക്കത്തില്ല, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും.
തന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ അവൻ ഇങ്ങനെ പറയും. വിവാഹം കഴിഞ്ഞ് 15 കൊല്ലമായില്ലെങ്കിൽ 20 കൊല്ലമായി, മക്കളെയും കെട്ടിച്ചു, ഇപ്പോഴും വഴക്കു കൂടുമ്പോ പറയും, അതെ ഇങ്ങോട്ട് വന്നപ്പം വെറുതെ അല്ല വന്നത്, 25 പവനും 40 സെന്റുമായിട്ടാ ഞാൻ വന്നത്. ഈ വീട് ആര് കെട്ടിയ? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കെട്ടിയതാ. നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ കിടന്നൊക്കെ ഊരി വിറ്റിട്ടാ കെട്ടിച്ചത്. എടാ വാപ്പായും ഉമ്മായും മരിക്കാൻ കിടന്ന കാലം വരെ നോക്കിയത് ഞാനാ. അവള് മറന്നിട്ടില്ല. ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന പെണ്ണ് വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മൂന്നാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവൾക്ക് വീട് നോക്കാനും മക്കളെ നോക്കാനും ഭക്ഷണം വെക്കാനും ഭർത്താവിനെ നോക്കാനും ഒന്നും സമയമില്ല. 24 മണിക്കൂർ ഇങ്ങനെ ഒരുങ്ങുന്നവളാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ചില പെണ്ണുങ്ങളുണ്ട്, ഒരുക്കം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഒരുക്കം. എന്റെ പ്രിയമുള്ളവരെ, ഒരുങ്ങണം. പെണ്ണ് ഭർത്താവിന്റെ മുന്നിലാണ് ഒരുങ്ങേണ്ടത്. പക്ഷേ ഒരുക്കം എപ്പോഴും ആയിപ്പോയാ പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാലാമത്തെ ഭാര്യ, ഭർത്താവും ഭാര്യയും കൂടെ വെളിയിലിരിക്കാം. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അയൽവാസിയായ ഒരു പെണ്ണും തന്റെ ഭർത്താവും എവിടേക്കോ പോകുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഇവള് ഭർത്താവിനോട് പറയുക, അതാ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അങ്ങാരെ പോലെ ഇരിക്കണം. കണ്ടില്ലേ, അങ്ങാരെ ബോഡി കണ്ടില്ലേ, ഗ്ലാമർ കണ്ടില്ലേ, സ്നേഹം കണ്ടില്ലേ? സ്വന്തം ഭർത്താവ് മുന്നിലിരിക്കുമ്പോ മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്ന ഭാര്യ നിന്റെ വീടിന്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അഞ്ചാമത്തെ പെണ്ണ്, ഭർത്താവിന്റെ കയ്യിൽ വാങ്ങിക്കൊടുക്കാൻ പൈസയുണ്ടോ ഇല്ലേ അവക്കതൊന്നും അറിയണ്ട, കാണുന്നതൊക്കെ അവക്ക് വേണം, കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തും. ആറാമത്തെ പെണ്ണ്, എന്റെ പ്രിയമുള്ളവരെ, ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി വിളിച്ചാൽ അവൾ പറയും, ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് ശുദ്ധിയില്ല, എനിക്ക് രോഗമായി എന്ന് പറഞ്ഞ് ഒഴിവാകുന്നവള. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ഒന്ന് നല്ല കൃഷിയിടത്തിൽ വിളവിറക്കണം. അതുകൊണ്ട് മോനെ, പെണ്ണ് കെട്ടുന്ന സമയത്ത് നീ അവക്ക് ദീനുണ്ടോ എന്ന് നോക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, അല്ലാഹുവേ, രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരൻ പോയൊരു പെണ്ണ് കണ്ടു, അല്ലാഹുവേ വിവാഹമുറപ്പിച്ചു. രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വാലിഹായ സന്താനത്തെ കിട്ടണമെന്ന് നിനക്ക് മോഹമുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് എവിടെ വെച്ചെന്നറിയുമോ? ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് നമ്മുടെ വാപ്പയായ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ ഉമ്മയായ, അല്ലാഹുവേ, നമ്മുടെ വാപ്പയുടെയും ഉമ്മയുടെയും വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗ്ഗത്തിൽ വെച്ചാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ചാണ് ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിവാഹം എന്ന് പറഞ്ഞാൽ കളിക്കാറുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാ പൊന്നുമോര്, അത് സുഖിക്കാനുള്ളതാ പൊന്നുമോര്, അത് സ്വർഗത്തിൽ പോയാണ് സുഖിക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, അസ്വാജുഹു ഫീ നിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹു ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ കാണാം, നാളെ ഒരു വാപ്പയും തന്റെ ഉമ്മയും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചു പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ, അതാ സ്വർഗത്തിലെ സ്വർണ്ണത്തിന്റെ ചാരുകസേരയിൽ ഒരു വാപ്പയും ഉമ്മയും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ ഇരുന്ന് സുഖിക്കുകയാണ്. അവരുടെ ചുറ്റുഭാഗം മുഴുവനും സ്വർഗത്തിലെ ഹൂറിലീങ്ങളായ പെണ്ണുങ്ങൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാ. അവർക്ക് എന്തേ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന സർവ്വ മലക്കുകളുണ്ടല്ലോ, ഈ വാപ്പയെയും ഉമ്മയെയും മക്കളെയും നോക്കിയിട്ട് ആ മലക്കുകൾ പോലും പറയുന്ന അവര് പോലും സലാ പറയുകയാ. എല്ലാവരും ബഹുമാനിക്കുകയാണ്, എല്ലാവരും ബഹുമാനിക്കുകയാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ജീവിക്കേണ്ടത് സ്വർഗത്തിലേക്കാ പൊന്നുപോര്, അവിടെയാടാ പോയി സുഖിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലോകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ചാ. അതുകൊണ്ട് നിന്റെ നിക്കാഹ് എവിടെ വെച്ച് നടത്തണമെന്നറിയുവോ? ഓഡിറ്റോറിയത്തിലല്ലടാ, നിന്റെ വീടിന്റെ മുന്നിലല്ലടാ. അല്ലാഹുവിന്റെ റസൂൽ
റസൂൽ പറയുന്നു, ലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അല്ലാഹുവിന്റെ പള്ളിയാവൂര്. പടച്ചവന്റെ പള്ളിക്കകത്ത് വെച്ചാ നിക്കാഹ് നടത്തേണ്ടത്, അല്ലാതെ ഓഡിറ്റോറിയത്തിൽ വെച്ചല്ല. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ നാട്ടിൽ എത്രയോ ഹൈന്ദവ വിശ്വാസികളുണ്ട് പൊന്നുമോര്. ഞാനും നിങ്ങളും അവരുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നവരാ. പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, അവരുടെ വിവാഹം നടത്തുന്നത് അമ്പലങ്ങളിൽ വെച്ചാണ്. ക്രിസ്തുമത വിശ്വാസികൾ അവരുടെ നിക്കാഹ് നടത്തുന്നത് പള്ളിയിൽ വെച്ചാ. കാരണം അവർക്കറിയാം അവിടെ വെച്ച് നടത്തിയാലുണ്ടാകുന്ന മഹത്വം എന്താണെന്ന് അവർക്കറിയാം. പക്ഷേ നമുക്കറിയില്ലല്ലോ. അല്ലാഹുവേ, ഇന്നത്തെ വിവാഹങ്ങൾ എന്തെന്നറിയുമോ? ആർഭാടങ്ങളല്ലേ, അനാചാരങ്ങളല്ലേ, അഹങ്കാരം കാണിക്കാറ്, കുടുംബമഹിമ കാണിക്കാറ്, മത്സരം കാണിക്കാറ്, മറ്റുള്ളവന്റെ മുന്നിൽ പടച്ചവര് എന്റെ പൊന്നുമോളുടെ വിവാഹം ഇതുപോലെയാണെന്ന് കാണിക്കാ. ലോൺ എടുത്തിട്ടും പലിശക്കെടുത്തിട്ടും നിക്കാഹ് നടത്തുന്ന മാതാപിതാക്കളുണ്ടല്ലോ. അല്ലാഹുവേ, ഇന്നത്തെ വിവാഹങ്ങൾ ഈ സമുദായത്തിന് തന്നെ പേരുദോഷവാ, ഈ സമുദായത്തിന് തന്നെ നാണക്കേടാ. പടച്ചവനെ, ഇന്നത്തെ വിഭാഗത്തിന്റെ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന അനാചാരങ്ങൾ എന്താ? പടച്ചവര്, താടിയുള്ളവനും ഹജ്ജ് ചെയ്തവനും ഉംറ ചെയ്തവനും ഇമാമും പ്രവാസകരും എല്ലാവരും ഈ വിഷയത്തിൽ കമന്മാരാ. പടച്ചവര്, വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ തുടങ്ങുകയാ മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു അനാചാരമുണ്ട്. പടച്ചവര്, പാതിരാത്രി 12 മണി വരെ അയൽവാസികളുടെ മുഴുവനും ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ആഘോഷമാ. അവിടെ കള്ളു കുടിക്കുന്നവരുണ്ട്, ആണും പെണ്ണും കിടന്ന് ഗാനമേളകൾ നടത്തിയിട്ട് ആഘോഷം നടത്തുന്ന വിഭാഗങ്ങളുണ്ട്. പടച്ചവരെ, 12 മണിയായി ലക്കില്ലാതെ എവിടെയോ കിടന്നുറങ്ങുകയാ. അല്ലാഹുവേ, പിറ്റേ ദിവസം 7 മണിയാകുമ്പോഴാണ് വിവാഹം കഴിക്കേണ്ട പുതുമണവാള്, വിവാഹം കഴിക്കേണ്ട പുതുമണവാട്ടി പടച്ചവനെ എഴുന്നേക്കുന്നത് 7 മണിക്കാ. അന്ന് സുബഹി നിസ്കരിക്കുന്ന എത്ര പുതുമണവാളനുണ്ട്, എത്ര മണവാട്ടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് സ്നേഹത്തോടെ പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം പെണ്ണുകെട്ടല്ലേ മോനെ, പെണ്ണുകെട്ടല്ലേ മോനെ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സുബഹി നമസ്കരിക്കാത്ത ദിവസം ഒരു മനുഷ്യൻ എന്തു ചെയ്താലും അത് നന്നാകില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ പെണ്ണുകെട്ടല്ലേ, നന്നാവില്ലടാ മോനെ, ആഴത്തില്ലടാ മോനെ, നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടൂല മോനെ. 7 മണി വരെ കിടന്നുറങ്ങുമ്പോ ആരോ വന്ന് വിളിച്ചിട്ടടാ പറയുന്നു, ഇന്ന് നിന്റെ കല്യാണമാടാ. ചെറുപ്പക്കാരൻ എഴുതേക്കുകയാണ്. പടച്ചവരെ, 8 മണിയാകുമ്പോ 9 മണിയാകുമ്പോ അവന്റെ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവര് വീട്ടിലേക്ക് കടന്നു വരികയാ. എന്തിനാണ് വരുന്നതെന്നറിയുമോ? അവന് ഓർമ്മ വെച്ച കാലം മുതൽ കല്യാണത്തിന്റെ തലേ ദിവസം വരെ ആ പുതുമണവാളന് സ്വന്തമായിട്ട് കുളിക്കുന്നവനാ. അവന് സ്വന്തമായിട്ട് കുളിക്കാനറിയാ. പക്ഷേ വിവാഹത്തിന്റെ അന്ന് അല്ലാഹുവേ, മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ ഒരു കുളിപ്പീരാ. പുതുമണവാളനെ കുളിപ്പിക്കാൻ ഒരു വിഭാഗം കടന്നു വരികയാ. എല്ലാം കുളിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഒരു റൂമിനകത്ത് കയറ്റിയിട്ട് അവനെ വസ്ത്രം ധരിപ്പിക്കുകയാ. കഫൻ തുണി പൊതിയുന്നത് പോലെ അവൻ ഇഷ്ടമുള്ള വസ്ത്രമല്ല ധരിക്കുന്നത്. കൂട്ടുകാര് പറയും, ഇത് നീ ധരിച്ചാ മതി. അല്ലാഹുവേ, മയ്യത്ത് പൊതിയുന്നത് പോലെ അവനെ പൊതിയുകയാണ്. എന്നിട്ടൊരു കോമാളിയെ പോലെ എടുത്തുകൊണ്ട് വരികയാ. എന്റെ പ്രിയമുള്ളവരെ, പിന്നെ പറയേണ്ടതില്ലല്ലോ, പിന്നെ പറയേണ്ടതില്ലല്ലോ. അല്ലാഹുവേ, പിന്നെ പടച്ചവനെ, ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കാഴ്ച വല്ലാത്ത കാഴ്ചയാ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. പടച്ചറപ്പെ, പിന്നെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നത് പോലെ ഘോഷയാത്രയാണല്ലോ. മണവാട്ടിയെയും മണവാളനെയും കൊണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട്. പടച്ചവനെ, ലോറിക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്, പെട്ടിയാട്ടോയ്ക്കകത്ത് കൊണ്ടുവരുന്നവരുണ്ട്, ചെണ്ടമേളം നടത്തിയിട്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എല്ലാ
കഴിഞ്ഞു. പാതിരാത്രി 9 മണിയായി, 10 മണിയായി. പുതുമണവാളനും മണവാട്ടിയും മണിയറയ്ക്കകത്തേക്ക് കിടക്കുമ്പോ ആ സമയത്ത് പോലും പടച്ചറപ്പ് പടക്കം പൊട്ടിക്കുന്നവരുണ്ട്, മണിയറയുടെ കട്ടിലിനടിയിൽ കയറിയിരിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ വിവാഹം ഇതുപോലെയാണ് നടക്കുന്നതെങ്കിൽ നിനക്ക് ജനിക്കൂലടാ പൊന്നമോര്, നിനക്ക് സ്വാലിഹായ മക്കള് ജനിക്കൂല ചെറുപ്പക്കാരാ. എന്റെ സ്നേഹനിധിയായ പെങ്ങള്, വിവാഹം സ്വപ്നം കണ്ട് കഴിയുന്ന പെങ്ങള്, നിന്റെ വിവാഹം ഇതുപോലെയാണെങ്കിൽ നീ 10 പെറ്റാലും നിന്റെ മക്കൾ നിനക്ക് പ്രയോജനം ചെയ്യൂല. കാരണം എന്തെന്നറിയുമോ? പടച്ചവനെ, നീ വെച്ചു കൊടുത്ത ബിരിയാണിയും തിന്നിട്ട് കല്യാണത്തിന് പങ്കെടുത്തിട്ട് പോകുന്നവർ മുഴുവനും നിന്നെ ശപിച്ചിട്ടാ പോകുന്നത്. നിന്നെ കുറിച്ചൊരു നല്ല വാക്ക് പോലും പറയാറില്ലല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, വിഭാഗത്തിന്റെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പച്ച വ്യഭിചാരം എന്തെന്നറിയുമോ? അതിന് വാപ്പയും അനുവാദം കൊടുക്കും, ഉമ്മയും അനുവാദം കൊടുക്കും, കൂടപ്പിറപ്പും അനുവാദം കൊടുക്കും. എന്തിന് കെട്ടിയ ഭർത്താവ് പോലും വ്യഭിചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ഏതാ സമയമെന്നറിയുമോ? പടച്ചവര്, ഓഡിറ്റോറിയത്തിൽ താലി കെട്ടി കഴിഞ്ഞ പിന്നെ വല്ലാത്ത ഒരു കാഴ്ചയാ, പിന്നെ സെൽഫി എടുക്കാറുള്ള സമയമാ. അല്ലാഹുവേ, മഹ്റ് കൊടുത്ത് വിവാഹം കഴിച്ചവൻ പോലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തെ തൊട്ടിട്ടില്ല. അവനാണെങ്കിൽ കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവേ, കെട്ടിയ പെണ്ണിനെ പിടിച്ച് കണ്ടവന്മാരുടെ നടുക്ക് നിർത്തിയിട്ട് സെൽഫി എടുക്കാൻ നിർത്തിക്കൊടുക്കുന്ന ചെറുപ്പക്കാരാ, പറമോനെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളുണ്ടല്ലോ, 18 കൊല്ലം അല്ലാഹുവിനെ പേടിച്ച് വ്യഭിചരിക്കാതെ നടന്ന പ്രിയപ്പെട്ട പൊന്നുപോൾ കല്യാണത്തിന്റെ ദിവസം കണ്ടവന്റെ ശരീരത്തോട് ചേർന്ന് നിന്ന് ഫോട്ടോയെടുക്കാൻ അനുവദിക്കുന്ന പെണ്ണ്, നീ രക്ഷപ്പെടുവോ പൊന്നുമോള്? നിനക്ക് നല്ല മക്കള് പിറക്കുവോ പൊന്നുമോള്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മണവാട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? എടാ, കെട്ടുന്ന പെണ്ണെങ്ങനെയായിരിക്കണമെന്നറിയുവോ? ഒരു മണവാട്ടിയെ ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹദി ഫാത്തിമ, സ്വർഗത്തിന്റെ റാണിയായ ഫാത്തിമ, പടച്ചവനെ, വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മണിയറക്കകത്തേക്ക് കടന്നു വരികയാ. അതാ തന്റെ മണിയറക്കകത്തേക്ക് കടന്നു കഴിയുമ്പോ അലിയാര് തങ്ങൾ വാതിലടക്കുകയാണ്. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കുണ്ടല്ലോ, അത് പെട്ടെന്നങ്ങ് അണയ്ക്കുകയാ. വീടിനകത്ത് മണിയറക്കകത്ത് വല്ലാത്ത ഇരുള് വരികയാണ്. അല്പം സമയം കഴിയുമ്പോ വസമിഅനാ സൗതൻ ഹനീനാ, ഒരു തേങ്ങിക്കരച്ചിൽ കേൾക്കുകയോ. മണിയറക്കകത്ത് വല്ലാത്ത ഒരു കരച്ചിൽ കേൾക്കുകയോ. അലിയാര് തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് ആരെന്നറിയുമോ? അലിയാര് തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ കരയുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല മണിയറക്കകത്തിരുന്ന് ഇങ്ങനെ കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ കരയുന്നത്? നിനക്കെന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? വീടിന്റെ കവാടത്തിൽ എത്രയോ കോടീശ്വരന്മാര് വന്ന് കാത്തു നിന്നല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഫാത്തിമ? അലിയാര് തങ്ങൾ ചോദിക്കേണ്ട താമസമുണ്ടല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ കൈയെടുത്ത് അലിയാര് തങ്ങളുടെ വാപത്തി പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ അലിയേ. അലിയാര് തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? അലിയാര് തങ്ങളെ,
ഇന്നെന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ, ഇന്നെന്റെ ആദിരാത്രിയാണല്ലോ, ഇന്ന് നമ്മൾ ജീവിതം തുടങ്ങുകയാണല്ലോ. ഈ മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് അണച്ചു കളഞ്ഞപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുള് വന്നപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ അലിയേ, നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് ദുനിയാവ്, ഒരാള് ഭൂമിയുടെ മുകളില്, ഒരാള് 6 അടി മണ്ണിനകത്ത്. നമ്മൾ രണ്ടുപേരിലും ഒരാള് മരിക്കുന്ന ദിവസമുണ്ടല്ലോ. ഒരാള് മുകളിലും ഒരാള് താഴെയും. അല്ലാഹുവേ, എന്നെ കൊണ്ടുപോയി 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ അലിയേ, അതിനകത്ത് പ്രകാശമില്ലല്ലോ അലിയേ. എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. വിവാഹത്തിന്റെ 1-ാമത്തെ രാത്രി അല്ലാഹുവേ സന്തോഷത്തോടെ കയറി വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് മണവാട്ടി പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് ഖബറോർമ്മ വന്നു അലിയേ. അലിയേ, മണ്ണറയാണ് അലിയേ മണിയറയാക്കേണ്ടത്. അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയേ ഇതല്ല, അലിയേ ഇതല്ല, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഇരുളിനെ കുറിച്ച്, ഖബറിന്റെ കെട്ടിപ്പിടുത്തത്തെ കുറിച്ച്, ഖബറിന്റെ വിശാലതയെ കുറിച്ച് അല്ലാഹുവേ പാതിരാത്രി മണിയിലേക്ക് കയറി വന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാര്യ, എന്നിട്ട് കരഞ്ഞുകൊണ്ട് അലിയാരുങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ആ മണവാട്ടി പറഞ്ഞു, അലിയേ, അലിയേ, നമ്മുടെ മണ്ണറ മണിയറയാകണ്ട്, സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങണ്ട് അലിയേ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാകണ്ട് അലിയേ, കാലിന്റെ ഭാഗത്ത് സ്വർഗം തുറന്നു തരുന്ന ഖബറാകണ്ട് അലിയേ. ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബറ് നമ്മളെ കെട്ടിപ്പിടിക്കണ്ട അലിയേ. എന്നിട്ട് ഖബറിനകത്ത് വന്ന മലക്കുകൾ പുതുമണവാളം ഉറങ്ങുന്നത് പോലെ നീ ഉറങ്ങിക്കോ എന്ന് പറയുന്നത് കേൾക്കണ്ട അലിയേ. ഇന്ന് നമുക്ക് നിസ്കരിക്കാം അലിയേ, ഇന്ന് നമുക്ക് ഖുർആൻ ഓതാം അലിയേ, ഇന്ന് നമുക്ക് റബ്ബിന്റെ മുന്നിലേക്ക് 2 കൈയും ഉയർത്തിയിട്ട് കരയാം അലിയേ എന്ന് പറഞ്ഞു കൊടുത്ത ഒരു മണവാട്ടി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മണിയറക്കകത്തേക്ക് കടന്നു ചെന്നപ്പോ നീ കെട്ടിയ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവേ ചോദിച്ചിട്ടുണ്ടോ, ഇക്കായിന്ന് നിസ്കരിച്ചിട്ടുണ്ടോ, ഇന്നേതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം കളയാക്കിയിട്ടാണോ മണിയറയിലേക്ക് കടന്നു വന്നത്? ഏതെങ്കിലും ഒരു പെണ്ണ് ചോദിക്കാറുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കൊതിക്കണമടാ പൊന്നമൂര്. ഓഡിറ്റോറിയത്തിൽ കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയാര് തങ്ങള്, ഞാൻ മരിച്ചുപോയാ എന്നെ പകല് കൊണ്ടുപോയി ഖബറടക്കല്ലേ അലിയേ, എന്നെ രാത്രിയില് കൊണ്ടുപോയി ഖബറടക്കാവൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ തന്റെ ഭർത്താവിനോട് പറയുകയാ, എന്നെ രാത്രിയില് ഖബറടക്കാവൂ, പകല് ഖബറടക്കല്ലേ അലിയേ. അലിയാര് തങ്ങള് കരന്നുകൊണ്ട് ചോദിച്ചു, എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ? അവിടെന്ന് പറയുന്നു, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. എന്നെ പകലാണ് ഖബറടക്കാൻ കൊണ്ടുപോകുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ. എന്റെ
എന്റെ മയ്യത്തിങ്ങനെ ചുമന്നു കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവര് കാണുമല്ലോ അലിയേ. ഈ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാനാ എന്റെ പ്രിയമുള്ള പെങ്ങളെ ആഗ്രഹിക്കുന്നത്.